ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരെയും കർത്താവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സന്തോഷത്തോടെ സ്തോത്രം. നമുക്ക് ബൈബിളിലേക്ക് വരാം. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 2 2 അധ്യായം 17 to 29 വരെയുള്ള വാക്യങ്ങളിലേക്കാണ്. 17 to 29 ആ വാക്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാനിട വരട്ടെ. സത്യത്തിൽ നമ്മുടെ ക്ലെയിംസും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. നമ്മൾക്ക് ഒത്തിരി ക്ലെയിംസ് ഉള്ളവരാ, അവകാശവാദങ്ങളുള്ളവരാ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു അവകാശവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അത് നമ്മുടെ ഒരു ക്ലെയിമാണ്, അല്ലേ? പക്ഷെ റിയാലിറ്റി അങ്ങനെയാണോ എന്ന് നമ്മളോടൊന്ന് ചോദിക്കണം. ഒരു സെൽഫ് എക്സാമിനേഷൻ വേണം. നമ്മുടെ ക്ലെയിംസും റിയാലിറ്റിയും രണ്ടായി പോകരുത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഐ എം എ സെപ്പറേറ്റഡ് പേഴ്സൺ, ഞാൻ മറ്റുള്ള വേർപെട്ട ആളാ. എത്രത്തോളം അത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? എത്രത്തോളം ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റാ? പൊതുവെ നമ്മള് ഈ സെപ്പറേഷനെയും ഐസോലേഷനെയും തമ്മിൽ ഒത്തിരി കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നൊരു കൂട്ടമാണ്. ബൈബിൾ ഈസ് നോട്ട് അറ്റ് ഓൾ ടീച്ചിങ് അബൌട്ട് ഐസോലേഷൻ, ബട്ട് ബൈബിൾ ഈസ് ടീച്ചിങ് അബൌട്ട് സെപ്പറേഷൻ. ഐസോലേഷൻ എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടുകയില്ല, ആരോടും സഹകരിക്കുകയില്ല. കർത്താവ് നമ്മളൊരു ഐസോലേഷന് വേണ്ടിയല്ല വിളിച്ചത്, സെപ്പറേഷന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ അവകാശവാദം, ക്ലെയിംസ് വളരെ വലുതാ. പക്ഷെ റിയാലിറ്റി നമ്മുടെ അവകാശവാദങ്ങളോട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ, അല്ലേ? നമ്മൾ പറയുന്നത്, ഞാനൊരു ആരാധനക്കൂട്ടത്തിന്റെ ഭാഗമാണ്, ഐ എം എ പാർട്ട് ഓഫ് എ വർഷിപ്പ് കമ്മ്യൂണിറ്റി. ഒരു ആരാധിക്കുന്ന വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാൻ. പക്ഷേ അത് എത്രത്തോളം നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനോട് സത്യം പുലർത്തുന്നുണ്ട്? ഞാൻ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്ക് നല്ലൊരു ഭാഗം പറയാം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഫസ്റ്റ് ജോൺ, എപ്പിസ്റ്റൽ ഓഫ് ഫസ്റ്റ് ജോൺ നിങ്ങളൊന്ന് പഠിക്കണം. അവിടെ നമ്മുടെ ക്ലെയിംസും നമ്മുടെ അവകാശവാദങ്ങളും നമ്മുടെ റിയാലിറ്റിയും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ 1-2 എണ്ണം പറയാം, പിന്നീട് നിങ്ങളത് പഠിക്കണം. കാരണം ഞാൻ നമ്മുടെ പോർഷന്റെ പാർട്ടല്ലത്, എങ്കിലും ഞാൻ എൻ്റെ ഉള്ളിലോട്ട് വന്നതുകൊണ്ട് ഞാനൊന്ന് പറയാവേ. നിങ്ങൾ ആ ഫസ്റ്റ് ജോൺ ഒന്നെടുത്ത്, ഞാൻ പറയുന്നത് റോമൻസ് ചാപ്റ്റർ 2 verse 17 onwardsലെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക. നോക്കിയേ, നമ്മുടെ ക്ലെയിം എന്നാണ്? ചാപ്റ്റർ 1, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 verse 6. ഞാൻ ആ വാക്യം വായിക്കാവേ. ഇംഗ്ലീഷ് ബൈബിൾ ഫോളോ ചെയ്യുന്നവർ കാണും. പ്ലീസ് ലുക്ക് അറ്റ് ദ വേഴ്സ്. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ. നമ്മുടെ ക്ലെയിം എന്നാ? അവകാശവാദം എന്നാ? എനിക്കെന്റെ ദൈവത്തോട് റൈറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെയാ നടക്കുന്നത്? ഇരുട്ടിൽ. വെളിച്ചമായ ദൈവവുമായി എനിക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇരുട്ട് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ എൻ്റെ അവകാശവാദവും എൻ്റെ റിയാലിറ്റിയും തമ്മിലുള്ള അകലത്തെ ഞാൻ മനസ്സിലാക്കണം. കേൾക്കുന്നു? ഇനി നോക്കിക്കേ, ചാപ്റ്റർ 2 verse 4. സെക്കൻഡ് എക്സാമ്പിൾ ഓർ സെക്കൻഡ് ടെസ്റ്റ്, ചാപ്റ്റർ 2 verse 4. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂടെ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് വായിച്ച്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. മതി. അപ്പൊ ക്ലെയിം എന്താണ്? നമ്മുടെ അവകാശവാദം എന്താ?
എനിക്ക് കർത്താവിനെ അറിയാം. അതെങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? കർത്താവിനെ അറിയുന്നവർ അവന്റെ കൽപ്പനകളെ അനുസരിക്കും. ഇത് രണ്ടും രണ്ടായി ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മുടെ അവകാശവാദങ്ങളൊന്നും നമ്മുടെ ലൈഫ് വേറൊരു നിലയിലും പോകരുത്. അതിന് ഏറ്റവും നമുക്ക് വേണ്ടുന്നത് ഒരു സെൽഫ് എക്സാമിനേഷനാണ്. ഇവിടെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്, നമുക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് അവരാരാന്നൊക്കെ മനസ്സിലാവുമെങ്കിലും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്ലീസ് നോട്ട് ഡൗൺ വൺ മോർ സ്ക്രിപ്ചർ, 2 Corinthians chapter 13 verse 5. 2 Corinthians chapter 13 verse 5. ആ വാക്യം കൊണ്ടൊന്ന് വായിച്ചിട്ട് ഞാൻ ബുക്ക് ഓഫ് റോമൻസിലേക്ക് വരാവേ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. മതി. അപ്പൊ 2 കാര്യം പറയുക. ഒന്ന്, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, ടെസ്റ്റ്. അത് മാത്രമല്ല, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഒരു ഡീപ്പായ ഒരു എക്സാമിനേഷനിലേക്ക് നിങ്ങൾ പോകണം, അല്ലേ? നമ്മൾ രോഗവുമായി ഒരു ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ പുറമേ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ കാണാൻ പറ്റാത്തത് അകത്തുണ്ടോ എന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അല്ലേ? സ്കാൻ ചെയ്ത് നോക്കാം, എക്സ്റേ നോക്കാം. ഇതൊക്കെ ഒരു എക്സാമിനേഷനിൽ കൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. പനിയുണ്ടോന്ന് നെറ്റിയെ തൊട്ട് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അറിയാം. പക്ഷേ ഇതിൻ്റെ പുറകിലെ കോസ് മനസ്സിലാക്കാൻ നമുക്ക് പനി മാത്രം നോക്കിയാൽ പോരാ, ടെസ്റ്റ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. നമ്മുടെ ജീവിതത്തെ ഇങ്ങനൊന്ന് എപ്പോഴും ശോധന ചെയ്തോണം. കേൾക്കുന്നുണ്ടോ? നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും യെസ് പറയുന്നവനല്ല ദൈവം. നമ്മുടെ ഉള്ളിനെ ദൈവം എപ്പോഴും ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ രണ്ടായി ജീവിക്കരുത്, നമ്മൾ ഒന്നായി ജീവിക്കണം. അപ്പൊ എൻ്റെ ആദ്യത്തെ ഒരു റിക്വസ്റ്റ് ഇതാ, നമ്മുടെ അവകാശവാദങ്ങളും റിയാലിറ്റിയും രണ്ടായി പോകരുത്. നമ്മുടെ അവകാശവാദങ്ങളും റിയാലിറ്റിയും ഒരുപോലെ പോകണം. ഞാൻ ദൈവവൈതലാണെന്ന് വാഗൊണ്ട് പറയുന്നെങ്കിൽ ഞാൻ ദൈവവൈതലാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കണം, അല്ലെ? ഞാൻ ഒന്നുകൂടെ പറയാം വാക്ക്. ഞാൻ ദൈവവൈതലാണെന്ന് വാഗൊണ്ട് പറയുന്നെങ്കിൽ ഞാൻ ദൈവവൈതലാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കണം. വേണ്ടേ? ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് എൻ്റെ വാഗൊണ്ട് പറയുകയും ഞാൻ ഇരുട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതുണ്ടാവരുത്. സത്യത്തിൽ ഈ 2-ാം അധ്യായം 17 തൊട്ട് പൗലോസ് പറയുന്നത് യഹൂദനെ കൊണ്ടുവന്നിട്ട് യഹൂദന്റെ കുറ്റപത്രം വായിക്കുക. ഈ കുറ്റപത്രം എന്നുള്ള വാക്കിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താവേ. ഒരു പ്രതി കോർട്ടിൽ വരുമ്പോൾ ആ പ്രതി ആരാണെന്നും എന്താണെന്നും ആ ജഡ്ജിയുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്ന, പ്രസന്റ് ചെയ്യുന്നൊരു കുറ്റപത്രമുണ്ട്. അപ്പൊ കാണുന്നയാള് എന്ത് ചെയ്തെന്നുള്ള കുറ്റപത്രം പോലെ പോൾ ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോ കൊണ്ടുവരുന്നത് യഹൂദനെതിരെയുള്ള കുറ്റപത്രമാണ്. അപ്പൊ നമ്മള് ഇത് രണ്ടായിട്ട് പഠിക്കാൻ പോവുക. ഒന്ന് ക്ലെയിംസ്, 2 റിയാലിറ്റി. ക്ലെയിംസ് ആൻഡ് റിയാലിറ്റി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ക്ലെയിംസ് ഓഫ് ജൂസ്. യഹൂദന്റെ അവകാശവാദങ്ങൾ എന്താണ്? കേൾക്കുന്നോ? അപ്പൊ ഇതൊരു ചരിത്ര ഭാഗമാണ്. പക്ഷെ നമ്മളിത് പഠിക്കുമ്പം ഈ യഹൂദൻ എന്ന ഭാഗത്ത് നമ്മളെ ഒന്ന് ചേർത്ത് വെക്കണം. എൻ്റെ അവകാശവാദങ്ങളും എൻ്റെ റിയാലിറ്റിയും, എൻ്റെ ലൈഫിന്റെ റിയാലിറ്റിയും രണ്ടാണെങ്കിലോ? ഓക്കെ,
നമുക്ക് അവരുടെ ക്ലെയിംസ് ഒന്ന് പഠിക്കാം. എന്താണ് യഹൂദന്റെ ക്ലെയിം? 1 വാക്യം 17 നമ്മൾ വായിക്കുകയാണ്, their name, അവരുടെ പേര്. യഹൂദന്റെ ഏറ്റവും വലിയ അവകാശങ്ങളിൽ ഒന്ന് അവരുടെ പേരായിരുന്നു. ഐ ആം എ ജൂ, ഞാൻ യഹൂദനാണെന്നുള്ള പേര് ഏതു കാലത്തും യഹൂദൻ അഹങ്കാരത്തോടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളൊരു ചരിത്രം കൂടെ പറയാം. നിങ്ങൾ ബാബിലോണിയൻ എക്സൈൽ എന്നത് നിങ്ങൾക്കറിയാമായിരിക്കാം. ഓർക്കുന്നുണ്ടോ? സംഭവം അറിയാവോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ദ എക്സൈൽ ഓഫ് ജ്യൂസ്. കേട്ടോളൂ, ഒന്ന് പറഞ്ഞു പോകാം. ഇസ്രായേലിന്റെ രാജഭരണത്തിലെ ആദ്യത്തെ രാജാവ് ശൗലായിരുന്നു. സോൾ ദ ഗ്രേറ്റ് കിങ്, അല്ലെ? ശൗൽ എന്ന് പറയുന്ന ആളായിരുന്നു ഇസ്രായേലിലത്തെ ആദ്യത്തെ രാജാവ്. ആ ശൗലിന് ശേഷമാണ് ദാവീദ് രാജാവായി മാറിയത്. ദാവീദിന് ശേഷം ദാവീദിന്റെ മകന് ശലോമോനും രാജാവായി മാറി. അപ്പൊ ഇസ്രായേലിൽ ആഫ്റ്റർ ദ പീരിയഡ് ഓഫ് ജഡ്ജസ്, ഓക്കെ, അടുത്ത റൂളിംഗ് എന്ന് പറയുന്നത് രാജഭരണമായിരുന്നു. ഈ രാജഭരണത്തിൽ ശൗല്, ദാവീദ്, ശലോമോൻ എന്നിവർക്ക് ശേഷം ഇവരുടെ അതായത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ദൈവം 2ആയി വിഭജിച്ചു. ആ വിഭജിച്ച ശേഷം 2 രാജാക്കന്മാരാക്കി. The ended tribes were divided into 2. ആദ്യത്തെ ഒരു ഗോത്രത്തെ യഹൂദ എന്ന് വിളിച്ചു, മറ്റൊരു ഗോത്രത്തെ ഇസ്രായേൽ എന്ന് വിളിച്ചു. അതൊക്കെ നമുക്കത് ചരിത്രഭാഗത്ത് കിടപ്പുണ്ട് കേട്ടോ, രാജാക്കന്മാരുടെ ചരിത്രഭാഗത്ത് കിടപ്പുണ്ട്. അപ്പം ആദ്യത്തെ ഗോത്രത്തെ വിളിക്കുന്നത് യഹൂദ എന്നാണ്. 2 ഗോത്രം ഉണ്ടായിരുന്നു, ബെഞ്ചമിൻ ആൻഡ് ജൂഡ. ഈ 2 ഗോത്രങ്ങളെ പൊതുവെ വിളിച്ചുകൊണ്ടിരുന്നത് യഹൂദ രാജ്യം എന്നാണ്. ഓക്കെ, എന്നാൽ 10 രാജ്യങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ എന്ന. ഇസ്രായേൽ, ഇത് നിങ്ങളൊന്ന് ഓർത്താൽ മതി, ജസ്റ്റ് ഒന്ന് ചരിത്രത്തിലേക്ക് വരിക. എന്നാൽ പിന്നീടുള്ള ഇവിടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ ഇസ്രായേലിന്റെ എൻ്റെ ഗോത്രങ്ങൾ 2ആയി വിഭജിച്ച് അവിടെ 2 രാജാക്കന്മാർ ഭരിച്ച് അവസാനം വരുമ്പോഴത്തേന് ഇവർ പലരും പാപികളായി മാറി. ഇനി കേട്ടോളൂ, BC 721 BC 721 or 722 BC 721 or 722 ഈ 10 ഗോത്രങ്ങളെ അസീറിയയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. they were captives. അവർ അടിമകളായി പോയി അസീറിയയിലേക്ക്. ഇപ്പൊ 10 ഗോത്രം എന്തിയെ അസീറിയയിലേക്ക് പോയി. പക്ഷെ ഇപ്പോഴും മറ്റേ രാജ്യം അവിടെ ഉണ്ട്, യഹൂദ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ആ രാജ്യത്തോട് ദൈവം ഇടപെടുക. നോക്ക, ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രൊഫറ്റിക്കൽ ബുക്സിൽ കിടപ്പുണ്ട് കേട്ടോ. നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം. നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം. നോർത്തേൺ കിങ്ഡം എന്ന് അറിയപ്പെട്ടത് ഇസ്രായേലിനെയും സദേൺ കിങ്ഡം എന്നറിയപ്പെടുന്നത് ജൂതയുമാണ്. വടക്കേ രാജ്യം എന്നൊക്കെ പറയുന്നത് മറ്റു രാജ്യത്തെ കുറിച്ചല്ല, അത് ഈ ഡിവൈഡ് ചെയ്ത 2 ഭാഗത്തെ കുറിച്ചാ. നിങ്ങൾക്കിത് ആ കാലത്തെ മാപ്പ് നോക്കുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആകും. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ BC 606 BC 596 BC 592 ഈ 3 കാലങ്ങളിലായി ബാബിലോണ്യ രാജാവ് ഈ യഹൂദ എന്ന് പറയുന്ന രാജ്യത്തെ അടിമകളായി ബാബിലോണിലോട്ട് കൊണ്ടുപോയി. ഇനി നിങ്ങൾക്ക് ഉദാഹരണം സഹിതം പറഞ്ഞാൽ, the prophet Daniel
was under the captivity of this Nebuchadnezzar. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന ഈ ദാനിയേല് ഈ രാജ്യത്ത് പിടിക്കപ്പെട്ടുകൊണ്ടതാ BC 606. There were 3 inventions എന്നറിയപ്പെടുന്നത്. 606 മിടുക്കരായ ആൾക്കാരെ കൊണ്ടുപോയി. അതിലൊരാളായിരുന്നു ദാനിയേൽ. പിന്നീട് 596 അവിടുത്തെ ടെമ്പിൾ അവർ കൊള്ളയടിച്ചു. 592 ചിലർ അതിന് വ്യത്യസ്തമായ കാലം പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഏകദേശം ഒരു കാലം, അപ്രോക്സിമേറ്റ്. 592 ആ ദേശത്തുള്ള എല്ലാവരും പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദിസ് ഈസ് കോൾഡ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. പ്രവാസം എന്ന വാക്കുകൊണ്ട് വായിക്കുന്നുണ്ട്. പ്രവാസം, ഈ വാക്ക് നിങ്ങൾ ബുക്ക് ഓഫ് നെഹമ്യാവിൽ വായിക്കുന്നുണ്ട്. എക്സൈൽ, പ്രവാസം എന്നൊരു കാലം വായിക്കുന്നുണ്ട്. ഈ പ്രവാസികളിൽ പിടിക്കപ്പെട്ടുകൊണ്ടുപോയ ഒരാളാണ് ദാനിയേൽ. കൊണ്ടുപോയവരിൽ 3 ചെറുപ്പക്കാരാണ് ശദ്രക്, മേശക്, അബേദനഗോ. ഇവരൊക്കെ ഈ ഒരു 70 years അവര് ബാബിലോണിയ അടിമത്തത്തിൽ കടന്നു. അവിടെ വെച്ചാണ് സത്യത്തിൽ ഇസ്രായേലിന് യഹൂദൻ എന്ന പേര് ആദ്യം ഉണ്ടായത്. യഹൂദൻ എന്ന പേരുണ്ടായത്. ഇനി മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ചരിത്രപരമായ അറിവിന് വേണ്ടി പറയാം. ഈ കാലഘട്ടത്തിലാണ് സിനഗോഗുകൾ രൂപപ്പെട്ടത്. During exile, there are 2 important things happen in the history of Israelites. First one, the name God as Jew. Second, during this time, another important thing happened in the history of Israel, that is called the origin of synagogues. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കാണുന്ന പള്ളികൾ എന്ന വാക്ക് സിനഗോഗിനെ കുറിച്ചാ. ആ പ്രവാസികളായ ജനത്തിന് കൂടാനുണ്ടായിരുന്ന ഒരു കൂട്ടമായിരുന്നു സിനഗോഗ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ ചരിത്രം നിങ്ങൾ മറന്നേക്ക്. ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നത്, ഈ എക്സൈലിന്റെ കാലത്താണ് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് പ്രധാനപ്പെട്ട ഒരു പേര് കിട്ടിയത്, ജ്യൂ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ലോക ചരിത്രത്തിൽ മറ്റാരേക്കാളും ലോക ചരിത്രത്തെ കൺട്രോൾ ചെയ്യുന്നതിൽ, ലോക ചരിത്രത്തിന്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ ഈ യഹൂദന് വലിയ പങ്കുണ്ട്. അപ്പൊ യഹൂദന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് യഹൂദൻ അഥവാ ഞങ്ങൾ ജ്യൂ ആണ് എന്നൊരു ചിന്ത ഇവിടെ അകത്തുണ്ട്. അത് മാത്രമല്ല, ആ കാലത്ത് യഹൂദന് പേര് വരാൻ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ ബൈബിൾ ഒന്ന് തുറന്ന് വായിച്ചേ. ബുക്ക് ഓഫ് എസ്തർ, എസ്തറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? പെട്ടെന്ന് വായിച്ചേ. എസ്തർ 6:13 നമുക്കറിയാവുന്ന വാക്യമാ. കുഞ്ഞുങ്ങൾ പലരും ഉണ്ടല്ലോ, അവർക്ക് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. വായിച്ചോളൂ. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല. അവനോട് കണ്ടോ? അപ്പം യഹൂദൻ എന്ന പേരിന്റെ പ്രാധാന്യം മനസ്സിലായോ? ഇതൊരു ചരിത്ര സംഭവമാണ്. മൊർദെഖായി ഒരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ പറ്റിയതല്ല. അത്ര വലിയ പേരാണ് ഇവർക്കുള്ളത്. കേൾക്കുന്നുണ്ടോ? ഇത് അന്നെന്ന് മാത്രമല്ല, ഇന്നും യഹൂദന്റെ പേര് വലുതാണ്. അല്ലെ? ഞാൻ നിങ്ങളോട് 1-2 കാര്യം പറയാം. ശാസ്ത്രത്തിൽ യഹൂദന്മാരുടെ കോൺട്രിബ്യൂഷൻ പഠിച്ചാൽ നമുക്കറിയാം. ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങളിൽ ഇവരുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അറിയേ? അല്ലേ? കൃഷി മേഖലയിൽ വലിയ സ്വാധീനം വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ, അത് ഇവരുടെ വകയാണ്. ഇവരുടെ സൈബർ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാ. ഇവിടെ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ടതാ. ഇവിടെ വൈദ്യശാസ്ത്രം വളരെ മികച്ചതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതു കാലത്ത് യഹൂദന്റെ അവകാശവാദങ്ങളൊന്ന് ഞങ്ങളുടെ പേരെന്നുള്ളതാ. ഹലോ, ഞങ്ങളുടെ പേര്. യഹൂദന്റെ പ്രധാനപ്പെട്ട അവകാശവാദങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ പേർ വലുതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ?
The first claim was their name, the popularity of their name. അല്ലേ? മറ്റുള്ള മുമ്പിൽ അവർ പറഞ്ഞവിടെ പേരിന്റെ വലിപ്പം. രണ്ട്, അവര് പറയുകയാണ്, ഞങ്ങൾക്ക് പേര് മാത്രം ഉള്ളത്, ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവരാ. ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവരാ. ന്യായപ്രമാണത്തിലുള്ള ആശയം നിങ്ങൾ ഇനിയും പരിശോധിച്ചു നോക്കൂ. വളരെയധികം പഴക്കമുള്ള, കോഡെന്ന് വിളിക്കാൻ പറ്റുന്ന ഒന്നാണ് മൊസായിക് കോഡ് അഥവാ മോശയുടെ ന്യായപ്രമാണം. പല രാജ്യങ്ങളുടെയും മുമ്പിൽ യഹൂദന്റെ ന്യായപ്രമാണം ഏതു കാലത്തും തല ഉയർത്തി നിൽക്കുന്നതാണ്. നിങ്ങൾക്കറിയാമൊക്കെ ആ കാര്യം. പല രാജ്യങ്ങൾക്കും ഇങ്ങനെ ഒരു നിയമസംഹിത ഇല്ലാതിരിക്കുമ്പോൾ യഹൂദന് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെ കുറിച്ച് അവർ വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർ നോക്കി പറഞ്ഞു, അവർക്ക് മറ്റ് ജാതികൾക്കൊരു പ്രമാണമില്ല. They don't have a law. തോന്നും പോലെ ജീവിക്കാം. പക്ഷെ യഹൂദൻ അങ്ങനെയല്ല, അവർക്ക് ഒരു പ്രമാണമുണ്ടായിരുന്നെന്നാ വായിക്കുന്നത്. അപ്പം ഏതു നിലകളിലും യഹൂദൻ അവരുടെ ജീവിതത്തെ വിളിച്ചിരുന്നത്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ അറിയാം, മൊസൈക് ലോയുടെ, മോശയിക ന്യായപ്രമാണത്തിന്റെ പഴക്കം പഴയ ഒരു പ്രമാണമാ. അത് യഹൂദൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പേരുണ്ട്. രണ്ട്, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. അല്ലേ? ഞങ്ങൾക്ക് പ്രമാണമുണ്ട്. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പ്രമാണത്തിൽ അവർ പ്രശംസിച്ചായിരുന്നു, പക്ഷെ പ്രമാണത്തിലുള്ളത് അനുസരിച്ചില്ല. ഞാൻ നിങ്ങളുടെ ഒരു സ്നേഹത്തോടൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ നമുക്ക് ബൈബിൾ ഉണ്ട്, അല്ലെ? ആ ബൈബിൾ ഉള്ളത് നമുക്കൊരു അവകാശവാദമായിട്ട് പറയാം, ഞങ്ങൾക്ക് പ്രമാണമുണ്ട്. പക്ഷേ ആ പ്രമാണം കയ്യിൽ പിടിക്കാനുള്ളതാണോ അതോ പ്രമാണം ജീവിതത്തെ അനുസരിക്കാനുള്ളതാണോ? പ്രമാണം കയ്യിലെന്തുന്നവനെ അല്ല ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത്, പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവരെയാ. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്ന പ്രമാണം, അത് ജീവിക്കാൻ ദൈവം തന്നതാ, അനുസരിക്കാൻ ദൈവം തന്നതാ. ഹലോ, ഞാനൊരു വാക്കുകൂടെ നിങ്ങളോട് പറയാം. ബൈബിൾ അറിയുന്നവരെക്കാൾ പ്രാധാന്യം അറിയുന്നത് അനുസരിക്കുന്നവർക്കാണ്. അറിവോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം. ഞാൻ അറിയുന്നത് അനുസരിക്കാൻ വേണ്ടിയായിരിക്കണം. ഐ ആം ലേണിംഗ് സ്ക്രിപ്ചർ. ഞാൻ തിരുവെടുത്ത് പഠിക്കുക. എന്താ കാര്യം? ജസ്റ്റ് അറിയാൻ വേണ്ടിയല്ല, അനുസരിക്കാൻ വേണ്ടി ഞാൻ അറിയും. അറിയാൻ വേണ്ടി ഞാൻ അന്വേഷിക്കും. എൻ്റെ അന്വേഷണങ്ങൾ അറിവിലേക്കും അറിവ് അനുസരണത്തിലേക്കുമായി മാറുമ്പോഴാണ് എൻ്റെ കയ്യിലുള്ള ഈ പ്രമാണം എനിക്ക് പ്രയോജനമായി വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് അവിടെ പേര്, രണ്ട് അവിടെ പ്രമാണം, മൂന്ന് അവർ ദൈവത്തിൽ പ്രശംസിച്ചിരുന്നു. ദൈവത്തെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പറഞ്ഞൊരു ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്നാ അവര് പറയുന്നത്. വി ഹാവ് എ ഗോഡ്. ദൈവത്തിൽ അവർ പ്രശംസിച്ചിരുന്നു. വി ഹാവ് എ ഗോഡ്. നിങ്ങള് എനിക്കൊന്നത് ഈ അമേരിക്കൻ ഡോളറിൽ പണ്ട് എഴുതി വെച്ച വാക്ക് ഇപ്പോഴും മാറിയിട്ടില്ലെന്നാ തോന്നുന്നത്, അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി ട്രസ്റ്റ് ഇൻ ഗോഡ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൊരു നാണയം അതാണെന്ന് തോന്നുന്നു.
ശരിയല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ യഹൂദനും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ദൈവത്തെ പ്രശംസിക്കുക. അല്ലേ? നല്ല കാര്യമാണ് ദൈവത്തെ പ്രശംസിക്കുന്നത്. നമ്മളും പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവത്തിൽ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങളെ നടത്തുന്നൊരു ദൈവമുണ്ട്. പക്ഷെ ഒരൊറ്റ ചോദ്യം, ഇത് കേവലം ക്ലെയിംസ് ആണോ എന്നുള്ളതാ ചോദ്യം, അവകാശവാദം മാത്രമേ ഉള്ളൂ എന്നാ ചോദ്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 5 verse 11 ഒന്ന് നോട്ട് ചെയ്തോളൂ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 5 verse 11, റോമർ 5:11, ഫിലിപ്പിയർ 3:3. അവർ ദൈവത്തിൽ പ്രശംസിച്ചെങ്കിലും പാപത്തിൽ സന്തോഷിച്ചു. അവർ ദൈവത്തിൽ പ്രശംസിച്ചെങ്കിലും പാപത്തിൽ സന്തോഷിച്ചു. അവർ പരസ്യമായി ദൈവത്തെ ഉയർത്തി. ഇസ്രായേൽ പരസ്യമായി ദൈവത്തെ ഉയർത്തി. പക്ഷെ അവർ രഹസ്യത്തിൽ പാപത്താൽ ദൈവത്തെ അപമാനിച്ചു. അവർ പരസ്യത്തിൽ ദൈവത്തെ ഉയർത്തി, പക്ഷെ അവർ രഹസ്യത്തിൽ പാപം കൊണ്ട് ദൈവത്തെ അപമാനിച്ചു. ഹലോ, നമ്മൾ പലപ്പോഴും നമ്മുടെ വാഗൊണ്ടും നമ്മുടെ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൊണ്ടൊക്കെ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുമ്പോഴും ഓർത്തെ, നമ്മൾ ആരുമറിയാത്ത പാപത്തിൽ ദൈവത്തെ അപമാനിക്കുന്നവരാകരുത്. ദൈവത്തെ ഉയർത്തുന്നവർ എവിടെയും ദൈവത്തെ ഉയർത്തണം. കേൾക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ദൈവം ഒരു പബ്ലിക് പ്ലേസിൽ മാത്രമല്ല, എൻ്റെ ദൈവം എൻ്റെ പ്രൈവറ്റ് ലൈഫിലും ഇറങ്ങി വരുന്ന ദൈവം എൻ്റെ ദൈവം. കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ പോലും നമ്മുടെ ദൈവത്തെ ഒരു ടെമ്പിൾ ഗോഡ് എന്ന് പറയുന്ന നിലയിൽ നിങ്ങൾ കാണരുത്. മൈ ഗാഡ് ഈസ് നോട്ട് എ ടെമ്പിൾ ഗാഡ്, ബട്ട് മൈ ഗാഡ് ഈസ് എ പേഴ്സണൽ ഗാഡ്. എൻ്റെ ദൈവം ആലയത്തിലെ ദൈവമല്ല, എൻ്റെ ദൈവം വ്യക്തി ദൈവമാണ്. അല്ലേ? Wherever I go, he will follow me. ഞാൻ എവിടെ പോകുന്നോ അവിടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ വരും. ഞാൻ അല്പം വേഗതയിൽ ആ കണ്ടന്റ് മാത്രം പറഞ്ഞു പോകാം. 1, their names, അവരുടെ പേര്. 2, ന്യായപ്രമാണത്തിലുള്ളവരുടെ ആശ്രയം. 3, ദൈവത്തിലുള്ളവരുടെ പ്രശംസ. കേൾക്കുന്നുണ്ട്? നമ്മളൊക്കെ എത്ര ഉത്തരവാദിത്വമുള്ള ജീവിതം ചെയ്യണം എന്നറിയാവോ? കർത്താവില്ലാത്ത ജീവിതശൈലി ഉണ്ടാവരുത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത് ദൈവമുള്ള ജീവിതമാണ്. ദൈവം അപ്രൂവ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലേ നമുക്ക് ഉണ്ടാകാവൂ. എവിടെ പോയാലും കർത്താവ് നമ്മുടെ കൂടെ വരണം. വേണ്ടേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് കേട്ടെ, കർത്താവ് വരാൻ പറ്റുന്നിടത്തെ നമ്മൾ പോകാവൂ. ഒരിക്കൽ പോലും ദൈവം കോംപ്രമൈസ് ചെയ്യുന്ന ദൈവമല്ല. കോംപ്രമൈസ് ചെയ്യാൻ ദൈവം തയ്യാറല്ല. ദൈവത്തിന് ഒറ്റ നേച്ചറേ ഉള്ളൂ. ദാറ്റ് നേച്ചർ ഈസ് ഹോളിസ്റ്റിക്. ദൈവത്തിന്റെ വിശുദ്ധമായ പ്രകൃതമാണ് ദൈവത്തെ ദൈവമാക്കുന്നത്. കേൾക്കുന്നോ? എനിക്കട്ടെ. അപ്പൊ അവർക്ക് പേരുണ്ട്. 2, അവർക്ക് ന്യായപ്രമാണത്തിന് ആശ്രയമുണ്ട്. അവർ ദൈവത്തിൽ പ്രശംസിക്കുന്നവരാ. അവരെല്ലായ്പ്പോഴും പറയും, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഇതൊക്കെ ക്ലെയിംസാ. അത് മാത്രമല്ല, ഈ പ്രമാണം കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അവർ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞു. ഇനി നമ്മളൊന്ന് വായിക്കാൻ പോവാണ്. Chapter 2, book of Romans chapter 2 verse 17 onwards. ഒന്ന് വായിക്കാവോ?
നീയോ ഇവിടെ യഹൂദൻ കുറച്ച് എന്ന് പേർ പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാ. വായിച്ചോളൂ. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ഉം, ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ഉം, ദൈവത്തിൽ പ്രശംസിച്ചും ഉം. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഉം. ഇഷ്ടം അറിഞ്ഞും മതി ഭേദാഭേദങ്ങൾ മതി 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 മതി, നമുക്ക് അത് പിന്നീട് വിശദീകരിക്കാവേ. അപ്പം ന്യായപ്രമാണം എന്തിനാണ്? ഹലോ, എന്തിനാ പ്രമാണം? ഒന്നുകൂടെ പറഞ്ഞ്, എന്തിനാ ബൈബിൾ? ദൈവത്തിന്റെ ഇഷ്ടം അറിയുക. അപ്പൊ നമ്മുടെ ബൈബിൾ എന്തിനാണ്? ബൈബിളിൽ ദൈവത്തിന്റെ ഇഷ്ടം എഴുതിയിട്ടുണ്ട്. പോരാ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബൈബിൾ വായിക്കുമ്പോ നമുക്ക് ചരിത്രം അറിഞ്ഞ പോരാ. ബൈബിൾ വായിക്കുമ്പോ ദൈവത്തിന്റെ ഇഷ്ടം അറിയണം, ദൈവത്തിന്റെ നേച്ചർ അറിയണം, വേണ്ടേ? അപ്പം ഈ ന്യായപ്രമാണ യഹൂദൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രമാണമുണ്ട്. ഈ പ്രമാണമുണ്ടെന്ന് പറഞ്ഞ് യഹൂദൻ ദൈവത്തിന്റെ ഇഷ്ടത്തെ ന്യായപ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അവർക്ക് പലപ്പോഴും കഴിയാതെ പോയി. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ: ശരിയായ ജീവിതത്തിന്റെ മാർഗരേഖയായിരുന്നു ന്യായപ്രമാണം. ഞാനൊന്നുകൂടെ പറയാം. ശരിയായ ജീവിതത്തിന്റെ മാർഗരേഖയായിരുന്നു ന്യായപ്രമാണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള വഴികാട്ടിയാണ് പ്രമാണം. കേൾക്കുന്നോ? ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതിക്കോ. ഇത് മലയാളം സ്റ്റേറ്റ്മെന്റ്, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും, എങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യാൻ നിങ്ങളുടെ പാസ്റ്റർ അത് പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തരുവേ. എഴുതിക്കോളൂ. ദൈവവചനത്തെ അനുസരിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് കഴിയാത്തപ്പോഴാണ് ദൈവവചനത്തെ അനുസരിക്കാൻ കഴിയാത്തപ്പോഴാണ് അഭിനയമെന്ന കപടഭക്തി, ഹിപ്പോക്രസി, അഭിനയമെന്ന കപടഭക്തി എന്നാണ് ഹിപ്പോക്രസി നമ്മിലുണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം. പ്രമാണത്തിലുള്ളത് പ്രവർത്തിക്കാൻ പരാജയപ്പെടുമ്പോഴാണ് അഭിനയമെന്ന കപടഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായി നമ്മൾ ഈ കപടഭക്തി കാണിക്കേണ്ടത്? നമുക്ക് പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അങ്ങ് അഭിനയിക്കും, ഭക്തരെ പോലെ, അല്ലേ? കണ്ണടച്ചു ഭക്തരാകാൻ ശ്രമിക്കാം, വെള്ളയിട്ട് ഭക്തരാകാൻ ശ്രമിക്കാം, ഡാൻസ് കളിച്ച് ഭക്തരാകാൻ ശ്രമിക്കാം. ഭക്തൻ ഇതൊക്കെ ചെയ്തോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പരാജയപ്പെടുമ്പോഴാണ് ഒരു കപടഭക്തൻ എഴുന്നേക്കുന്നത്. ഹലോ, നമ്മളെ കർത്താവ് വിളിച്ചത് ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കാനാണ്. അപ്പം നമ്മുടെ കയ്യിൽ ബൈബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തു മനസ്സിലായി? ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കണം. കേൾക്കുന്നോ? ഹിസ്റ്ററി മനസ്സിലാക്കാനുള്ളതല്ല ബൈബിൾ. ഇഫ് യു വാണ്ട് ടു നോ ഹിസ്റ്ററി, നിങ്ങൾക്ക് ഒത്തിരി ഹിസ്റ്റോറിക്കൽ ബുക്സ് ഇവിടെ കിട്ടും. പക്ഷെ ബൈബിൾ ചരിത്രം മനസ്സിലാക്കാനുള്ളതല്ല. ബൈബിൾ ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കാനുള്ളതാ, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പപ്പായുടെയും മമ്മിയുടെ ഒക്കെ ഒപ്പം ജീവിച്ചിട്ട് പപ്പായുടെയും മമ്മിയുടെ ഇഷ്ടം മനസ്സിലാകുന്നുണ്ടോ? പപ്പായ്ക്ക് ഇഷ്ടമുള്ള ആഹാരം എന്നാന്ന് മനസ്സിലായിട്ടുണ്ടോ? മമ്മിക്ക് ഇഷ്ടമുള്ള ആഹാരം എന്നാന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഒന്നിച്ച് ജീവിക്കുമ്പോൾ മനസ്സിലാകും. ഇതൊക്കെ നല്ല ബന്ധം ഉണ്ടെങ്കിൽ മനസ്സിലാകും.
ഇല്ലേ? പപ്പയ്ക്ക് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ഇഷ്ടം എന്നറിയാൻ പപ്പ കഴിക്കുന്നു ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കർത്താവുമായുള്ള കൂടുതൽ അടുപ്പം കർത്താവിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തിൽ ഏറ്റവും ടോപ്പ് ആകണം എന്നുള്ളതല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന് അങ്ങനെ ആഗ്രഹം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കണ്ട. പക്ഷെ അതിനേക്കാൾ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന ദൈവത്തിന്റെ വലിയ ആഗ്രഹം. നിങ്ങൾ ലോകത്തിന്റെ ടോപ്പ് ആകണം എന്നതിനേക്കാൾ ദൈവത്തിന് ആഗ്രഹം, ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ വിശുദ്ധരാവണം. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് സത്യം സംസാരിക്കാൻ കഴിയണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. എന്റെ കുഞ്ഞ് നന്നായി പറയുന്നുണ്ട്, അതിനേക്കാളും എന്റെ ദൈവത്തിന് താല്പര്യം എന്റെ കുഞ്ഞ് സത്യം സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോ ദൈവത്തെ ഒന്ന് അറിയണേ. ദൈവത്തിന് നിങ്ങളുടെ കപ്പാസിറ്റിയേക്കാൾ വലുതാണ് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വഭാവം. നീതി ഇഷ്ടപ്പെടുന്ന, സത്യം പറയുന്ന, അല്ലേ? നിങ്ങൾക്ക് ബൈബിൾ വായിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം ഒന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്റെ ദൈവം വിശുദ്ധനാണ്. ആ ദൈവം എന്നോട് പറയുകയാണ്, നീയും വിശുദ്ധനാവണം. ഞാൻ സത്യമാണ്, നിങ്ങളും സത്യം സംസാരിക്കണം. അപ്പൊ ന്യായപ്രമാണത്തെ എന്തിനു വേണ്ടി തന്നു? ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ. ഈ ബൈബിൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോ ചരിത്രങ്ങൾ വായിക്കുകയല്ല, നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമറിയുകയാണ്. കേൾക്കുന്നോ? ദൈവത്തിന് ഇഷ്ടമറിയണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. മത്തായി സുവിശേഷത്തിലേക്കൊന്ന് വന്നേ. ഈ ഭാഗം നമ്മുടെ പഠനത്തിന്റെ ഭാഗമല്ലെങ്കിലും എൻ്റെ അകത്തോട്ട് ഈ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. നിങ്ങണ്ട ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 6, മത്തായി സുവിശേഷം 6-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യം നമ്മളൊന്ന് വായിക്കുകയാണേ. ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ല, ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനുഷ്യനെ കാണിക്കേണ്ടതിന് ഒരു ശ്രമം വേണ്ട. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ കാണിക്കാനുള്ളതല്ല സ്പിരിച്വാലിറ്റി, ജീവിക്കാനുള്ളതാ. യേശു അതാ പഠിപ്പിച്ചേ. കേൾക്കുന്നുണ്ടോ? സ്പിരിച്വാലിറ്റി ഒന്നും ഷോ ഓഫ് അല്ലെന്ന്, മറ്റുള്ള കാണിക്കാനുള്ളതല്ല ആത്മീകത. ആത്മീകത ജീവിക്കാനുള്ളതാ, അല്ലേ? അപ്പൊ എൻ്റെ അപ്പന്റെ ഇഷ്ടം അതാ. എൻ്റെ പിള്ളേർ മറ്റുള്ള മുമ്പിൽ ഷോ ഓഫ് കാണിക്കണ്ട, എൻ്റെ പിള്ളേർ അഭിനയിക്കണ്ട, എൻ്റെ പിള്ളേർ ജീവിച്ചാ മതി, അല്ലേ? ഇനി വേഴ്സ് 5, സെയിം ചാപ്റ്റർ, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇവരുടെ ഏറ്റവും വലിയ താല്പര്യം, ആൾക്കാർ ഇവരെ നോക്കിയിട്ട് പറയും, അയ്യോ എന്നെ പ്രാർത്ഥിക്കുന്ന ആളാന്നറിയാവോ. അവർക്ക് അത്രയും കേൾക്കണമെന്നേ ആഗ്രഹമുള്ളൂ. റെക്കഗ്നൈസ്ഡ് ബൈ സൊസൈറ്റി, സമൂഹത്തിന്റെ മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടി ഇവർ നടത്തുന്ന നാടകം. കർത്താവ് പറഞ്ഞു, എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോ എൻ്റെ മക്കൾ എന്താണോ അതാണ് എൻ്റെ മക്കൾ, അല്ലേ? പലപ്പോഴും നമ്മളെ കർത്താവ് ചർച്ചയിൽ നിന്നൊക്കെ നോക്കുമ്പോ കർത്താവ് നമുക്ക് 100 മാർക്ക് തരും. പക്ഷെ പ്രശ്നം, നമ്മുടെ കർത്താവ് ചർച്ചിൽ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ ജോലി സ്ഥലത്ത് കർത്താവ് നോക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ കർത്താവ് നോക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ളപ്പോ കർത്താവ് എങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇത് അറിയണം, ദൈവത്തിന്റെ ഇഷ്ടം അറിയണം. കുഞ്ഞുങ്ങളെ,
ദൈവത്തിന്റെ ഇഷ്ടത്തെ അറിയാനാണ് വേദപുസ്തകം നമുക്ക് തന്നത്. ദൈവത്തിന് ഇഷ്ടം അറിയുക, ദൈവത്തിന് ഇഷ്ടം അനുസരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യമാണ്. ഒക്കെ ഞാൻ മുമ്പോട്ട് പോവാം. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒന്ന് their name, 2 ന്യായപ്രമാണത്തിലുള്ള ആശ്രയം, 3 ദൈവത്തിലുള്ള പ്രശംസ, 4 അവർ പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന് ഇഷ്ടമറിഞ്ഞവരാ. എങ്ങനെയാ ദൈവം ഇഷ്ടം അറിയുന്നത്? ന്യായപ്രമാണത്തിന്റെ പഠനത്തിലൂടെ. നമുക്കത് കുറച്ചുകൂടെ പേഴ്സണൽ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാം. ബൈബിൾ വായിക്കുന്ന ദൈവ ഇഷ്ടം അറിയാനാണെന്നാ ഞാൻ പറഞ്ഞേ. ദൈവത്തിന്റെ ഹൃദയമാണ് ബൈബിളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ, ദൈവത്തിന്റെ ഹൃദയം. ഇനി 5-ാമത്തെ അവിടെ ക്ലെയിം എന്താണ്? ഭേദാഭേദങ്ങൾ വിവേചിച്ചു. നോക്കിക്കേ, ആ വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ഡിസേൺ ചെയ്യാനുള്ള മതി, ഡിസേൺ ചെയ്യാനുള്ള എബിലിറ്റി, ഡിസേണിങ് എബിലിറ്റി, അത് നിങ്ങൾക്ക് ഈ പ്രമാണത്തിൽ നിന്ന് കിട്ടി. ഡിസേണിങ് എബിലിറ്റി. കേട്ടോ, എന്താ ഡിസേണിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ? എളുപ്പ. പാപവും വിശുദ്ധിയും തമ്മിൽ തിരിച്ചറിയുക, അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ തിരിച്ചറിയുക, നിങ്ങൾക്ക് പ്രയോജനമുള്ളതും ദോഷം വരുത്തും തമ്മിൽ തിരിച്ചറിയുക. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 11 verse 47. ലേവ്യ പുസ്തകം 11:47. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 11 verse 47. ജെറമായ ചാപ്റ്റർ 15 verse 19. ജെറമായ ചാപ്റ്റർ 15 verse 19. തിരിച്ചറിവില്ലാതെ പോയി, ഡിസേൺ ചെയ്യാൻ പറ്റിയില്ലെന്ന്. ഭേദാഭേദം. ഭേദാഭേദം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞ് ജീവിക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾക്ക് പ്രയോജനമാവണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾക്ക് പ്രയോജനമാവണമെന്നില്ല. ഇനി മറുഭാഗം, ഓപ്പോസിറ്റ് സൈഡ്, നിങ്ങൾക്ക് പ്രയോജനമുള്ളതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പ്രയോജനമാവണമെന്നില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പറയുക, നിങ്ങൾക്ക് പ്രയോജനമാകുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ ദൈവം പറയുക വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്ത ചെയ്യും. അല്ലെ? ഈസി ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ്, കുറച്ചുകൂടെ പേഴ്സണലായി പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാ, കർത്താവ് പറഞ്ഞത് വേണ്ട, നമ്മൾ എന്ത് ചെയ്യും? അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ദൈവം തരുന്നെന്ന് ചിന്തിക്കേണ്ട. നമുക്ക് പ്രയോജനമുള്ളതാണ് ദൈവം നമുക്ക് തരുന്നത്. കേൾക്കുന്നോ? നമ്മളെ ഇഷ്ടമുള്ള വഴിക്ക് ദൈവം വിട്ട് നമ്മളെ നശിപ്പിക്കുകയില്ല. ദൈവം പ്രയോജനമുള്ള വഴി കൂടെ ദൈവം നമ്മളെ നടത്തും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ഒരു വാക്കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ സ്നേഹത്തോടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവ് നിങ്ങൾക്ക് തരണം എന്നില്ല. വിഷമമായോ? പക്ഷെ നിങ്ങൾക്ക് പ്രയോജനമുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് തരികയും ചെയ്യും. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തരണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രയോജനമായത് മുഴുവൻ ദൈവം നിങ്ങൾക്ക് തരാതിരിക്കുകയില്ല.
അപ്പം നമ്മൾ ഡിസേൺ ചെയ്യാൻ പ്രാപ്തരാകണം ദൈവവചനത്തിലൂടെ. ദൈവനം നമുക്ക് കിട്ടി, അവർ പറഞ്ഞു ഞങ്ങൾ ഡിസേൺ ചെയ്യാൻ പ്രാപ്തരാണ്. ഇതെങ്ങനെയാ വെളിപ്പെടുന്നത്? എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇഫ് യു ഗോട്ട് എ ഗുഡ് ഓഫർ, ആർ യു ഏബിൾ ടു ഡിസൈൻ ദ ഡേഞ്ചർ ബിഹൈൻഡ് ദറ്റ് ഓഫർ? മറ്റു പലർക്കും കിട്ടാത്ത ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടി, ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടി. അതിന്റെ പുറകിലെ ഡേഞ്ചർ എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ദൈവഭക്തിയുടെ പ്രത്യേകത. കം ടു ദ ലൈഫ് ഓഫ് ദ ഗ്രേറ്റ് മാൻ ഡാനിയൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നേ ചെറുപ്പത്തിലെ ഒരു പ്രവാചകനായി തീർന്ന മനുഷ്യൻ. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 1 നമ്മൾ വായിക്കുമ്പം ആ മനുഷ്യന് കിട്ടിയ വലിയൊരു ഓഫറാ. ജോബ് ടൈപ്പ് ഒന്ന് പഠിച്ചേ. ജോബ് ടൈപ്പ് പാലസ് അല്ലേ? ഇനി പേഴ്സണലി ചോദിച്ചേ, നീ പാലസിൽ താമസിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള രാജാവിന്റെ പ്ലാൻ എന്നാ? വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. ഓഫർ കൊള്ളാം അല്ലേ? നീ അടുത്ത സ്റ്റേറ്റ്മെന്റ് കേട്ടെ, എന്താ ഫുഡ്? സെയിം രാജാവ് കഴിക്കുന്ന സെയിം. ഹലോ, ബെസ്റ്റ് ഓഫറാ. പക്ഷെ അതിന്റെ പുറകിൽ ഡേഞ്ചർ ഉണ്ടെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായി. കേൾക്കുന്നു? ഓഫേഴ്സ് വലുതാ, കൺസിഡറേഷൻ സുപ്രീമാ. പക്ഷെ പ്രശ്നം അതിന്റെ പുറകിലെ ഡേഞ്ചർ ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഈ ആഹാരം ശരീരത്തിന് കൊള്ളാം, ഈ ആഹാരം ശരീരത്തെ ബലപ്പെടുത്തും, പക്ഷെ എൻ്റെ ഹോളി ലൈഫിന് ഇത് തടസ്സമാണ്. കണ്ടോ? കിട്ടുന്ന ഓഫറുകൾ മുഴുവൻ ദൈവം അനുവദിച്ചാണ് ധരിക്കണ്ട. ആ മനുഷ്യൻ പറഞ്ഞു, there is a danger behind this offer. ഈ ഓഫറിന്റെ പുറകിൽ ഒരു അപകടമുണ്ട്, അത് എന്നെ മലിനപ്പെടുത്തും. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കത് വേണ്ട. ഡിസൈനിങ് എബിലിറ്റി എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്തതിനെ കാണാൻ ദൈവം നിങ്ങൾക്ക് എന്ന കഴിവുണ്ടല്ലോ, അത് വലിയൊരു കാര്യം. അതുണ്ടാവണം ഏതു കാലഘട്ടത്തിലും. ഹല്ലേലൂയ. നിങ്ങൾ ഈ പിശാചിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരുന്നേ? പിശാചിന്റെ ഏറ്റവും നല്ല മോഡെന്ന് പറയുന്നത് ഭയപ്പെടുത്തലല്ല, അപ്രോച്ചിങ് ആണ്. കെയറിങ്, ലവിങ് ആയ ഒരു അപ്രോച്ചാണ് പിശാച് ഏതു സമയത്തും സ്വീകരിക്കുന്നത്. അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടി പിശാച് ഇങ്ങനെ 2 പല്ല് ഇവിടെ നിങ്ങൾ നീട്ടി കണ്ണൊക്കെ ഇത്രയോ ഉരുട്ടി വരുന്നതല്ല പിശാച്. ഒരു സ്നേഹം. കേൾക്കുന്നോ? ഒരു സ്നേഹം. എനിക്ക് കുറെ കാര്യം പറയാനുണ്ട് ഇവിടെ. ഒരൊറ്റ കാര്യം പറയാം. The life of great King Solomon, if you go through the life of that great king, he couldn't understand the dangers behind his life. അതാ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാ. എല്ലാവരോടും വന്നു പറഞ്ഞു, സോളമൻ, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ, യു ആർ ഗ്രേറ്റ്. അപ്പൊ ഇത്ര വലിയൊരു മനുഷ്യന് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരും. അപ്രൂവലാണെന്ന മനുഷ്യൻ കരുതിയത്, പക്ഷെ ഡേഞ്ചർ ആണെന്ന മനുഷ്യൻ മനസ്സിലാക്കിയില്ല. രാജാക്കന്മാർ പലരും അവരുടെ മക്കളെ ഈ ശലോമോന് ഭാര്യമാരായി കൊടുത്തു. ഇഷ്ടം പോലെ ഭാര്യമാരെ കിട്ടി. അറിയപ്പെട്ട പല രാജാക്കന്മാരും ശലോമോന്റെ അമ്മായിയപ്പനായിരുന്നു അല്ലേ? പക്ഷെ പ്രശ്നം എന്നറിയാവോ? ഈ പെങ്കൊച്ചുങ്ങൾ വന്നപ്പം
അവിടെ കൂടെ പല ദൈവങ്ങളെയും കൊണ്ടുവന്നായിരുന്നു. ആ ബ്രിഡ്ജ് മനസ്സിലായോ? ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് കണ്ടോ? ആദ്യം റിലേഷൻഷിപ്പ് ഉണ്ടായി, പിന്നെയോ ഇവരുടെ ദൈവങ്ങളെ പലതിനെയും ശലോമോന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളെ ഓർത്തോണേ ഈ ഡേഞ്ചറ്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്ന എന്തിനാണെന്നറിയാവോ? ദൈവേഷ്ടം അറിയണം. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്ന എന്തിനാണെന്നറിയാവോ? ഡിസേൺ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഭേദാഭേദങ്ങളെ, വേണ്ടുന്നതും വേണ്ടാത്തതും നമ്മെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഈ രാത്രി എൻ്റെ ക്ലാസ്സിൽ നിർത്തുമ്പോൾ ഒരു വാക്ക് കർത്താവോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിർത്താവോ? കർത്താവേ, എനിക്കൊരു ഡിസേണിങ് സ്പിരിറ്റ് താ, ഒരു ഡിസേണിങ് സ്പിരിറ്റ് എനിക്ക് താ. എനിക്ക് ദോഷം വരുത്തുന്നവയെ കാണാൻ എന്നെ സഹായിക്കണം. കേൾക്കുന്നുണ്ടോ? ഈ ഒരു ഡിസേണിങ് സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും തോൽക്കുകയില്ല, നിങ്ങൾ ജയിക്കും. അപ്പൊ ഈ ജനത്തിന്റെ ക്ലെയിംസിനെ കുറിച്ച് ഞാൻ 5 മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് കർത്താവ് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കേട്ടെ, കർത്താവോട് പറഞ്ഞേ, കർത്താവേ ഞങ്ങളെ സഹായിക്കണേന്ന്, ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥിതിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണേ എന്ന് കർത്താവോട് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. യു ഹാവ് എ ഗ്രേറ്റ് നെയിം ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. നിങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ആ പ്രമാണത്തിൽ ആശ്രയിക്കുന്നു. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, കൊള്ളാം. നിങ്ങൾക്ക് കിട്ടിയ പ്രമാണത്തിൽ ദൈവം ഇഷ്ടമറിഞ്ഞു, കൊള്ളാം. നിങ്ങൾക്ക് കിട്ടിയ പ്രമാണത്തിലൂടെ ദൈവത്തിന്റെ യെസ് ഓർ നോ അറിഞ്ഞു. ദൈവം ഇഷ്ടപ്പെടുന്നതും അല്ലാത്തതും അറിഞ്ഞു, കൊള്ളാം. പക്ഷേ അതുകൊണ്ട് ജയിക്കണം എന്നില്ല. ഈ അറിവുകൾ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് നിങ്ങളുടെ ജയം തീരുമാനിക്കുന്നത്. എൻ്റെ ബൈബിൾ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ജയിക്കില്ല. ആ ബൈബിളിലെ അറിവുകൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത്, അല്ലേ? ചില എക്സാമൊക്കെ വരുമ്പോൾ നമ്മുടെ തലയിലുണ്ട്, പക്ഷെ ഓർത്തെഴുതാൻ പറ്റിയില്ല. തലയിലുള്ളത് വെച്ച് നമുക്ക് പാസ് മാർക്ക് തരുമോ ആരെങ്കിലും? പേപ്പറിൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയും തലയിലുണ്ടായിരുന്നു, പേപ്പറിൽ ഇല്ലെന്നേ ഉള്ളൂ. ടീച്ചർ പറയാതെ പറ്റുകയല്ല. റൂൾ അനുസരിച്ച് നിന്റെ തലയിലിരിക്കുന്നത് പേപ്പറിൽ വരണം, എന്നാലേ എക്സാം ജയിക്കൂ. പ്രമാണം അറിവല്ല, പ്രമാണം അനുസരിക്കാനുള്ളതാ. ടൈം പോയി, എൻ്റെ വാക്ക് നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.